അയാൾ പറഞ്ഞു വെക്കുകയോ ഉറപ്പിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ശ്രീനിവാസങ്കളിന് ഒരു താല്പര്യമുണ്ടായിരുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ ഞാനും ഉദ്ദേശിച്ചെന്ന് പറയുകയാണ്. എന്തായാലും അഭിഷേക് എന്നല്ലേ പറഞ്ഞത്, അയാൾ ഭയങ്കര ലക്കിയാണ് തന്നെപ്പോലെ ഒരാളെ കിട്ടിയതിൽ. ഞാൻ ഒരു പക്ഷേ ഒരു 2 മാസം മുമ്പ് വരേണ്ടിയിരുന്നതാണ്. അന്ന് വന്നിരുന്നെങ്കിൽ ഇതെല്ലാം മാറി മറിഞ്ഞേനെ, ചിലപ്പോൾ ഇതൊന്നും നടക്കില്ലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ശേഷം ഈ പറയുന്ന ആൾ പറയുന്നുണ്ട് നമുക്കൊന്ന് മാറി നിന്ന് സംസാരിച്ചാലോ എന്ന് രാഹുൽ. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ട് രാഹുലും ഇഷയോട് മാറി നിന്ന് സംസാരിക്കണം. അപ്പോൾ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ ഈ ഹൗസിൻ്റെ വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ടായിരുന്നില്ല, കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ എന്താ എന്നോട് പറയാനുള്ളതെന്ന് വീണ്ടും ചോദിക്കുകയാണ്. താനപ്പോൾ ഒട്ടും ഇപ്പോൾ ഫ്രണ്ട്ലി അല്ല, നമ്മൾക്ക് ഫ്രണ്ട്ഷിപ്പ് തുടരുന്നതിന് കുഴപ്പമുണ്ടോ, വിവാഹം നടത്താൻ ഉദ്ദേശം മാറിപ്പോയി അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ നടന്നില്ല എന്ന് വെച്ച് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് കുഴപ്പമുണ്ടെന്ന് നോക്കുമ്പോൾ അതിലൊന്നും കുഴപ്പമില്ല, അതിന് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ലെന്ന് ഇഷയും പറയുകയാണ്. അതെൻ്റെ ഭാഗ്യം. എന്തായാലും ഞാൻ അഭിഷേകിനോട് ഒരുപാട് അസൂയ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഇഷയെ അടിപൊളി നോക്കുകയാണ്. അല്ല, ഞാൻ വേറെ ഒന്നുമല്ല ഉദ്ദേശിച്ചത്, ഇത്ര സുന്ദരിയായ പെൺകുട്ടിയെ അയാൾക്ക് കിട്ടിയാൽ എനിക്ക് ഭാഗ്യമില്ല. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, പേടിക്കേണ്ട, ആ കുശുമ്പ് കുറച്ച് നാളും കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിയുമ്പോഴേക്കും തന്നെ അത് മാറിപ്പോയിക്കോളും. എന്തായാലും രാമങ്കളിനോട് വന്നിട്ട് എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ പറയണം, അവരുടെയും ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോയിക്കോട്ടെ, എന്തിനാ വെറുതെ ഒരു നീരസം മനസ്സിൽ ആരുടെയും വേണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. ഞാൻ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പിരിയുകയാണ്. ശേഷം കാണിക്കുന്ന അഭിഷേകിൻ്റെ വീട്ടിൽ തിരിച്ചെത്തുന്നതാണ്. അപ്പോൾ ദേവബാല അവിടെ തൂത്ത് തുടച്ചൊക്കെ നിൽക്കുകയാണ്. ദേവബാലയെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കടന്നു. നമ്മൾ അഭി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ദേവബാല. എന്നോട് ദൈവത്തെ വിചാരിച്ച് ഇങ്ങനെ ഒരു അടുപ്പക്കുറവോ വെറുപ്പൊന്നും കാണിക്കല്ലേ, ഞാൻ അഭിയുടെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലൊക്കെ പിടിച്ചിട്ട് എന്തുണ്ടെങ്കിലും എന്നോട് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും മനസ്സിൽ വെക്കല്ലേ, ഞാൻ അഭിക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറിക്കോളാം, അങ്ങനെ ജീവിച്ചോളാം എന്ന് പറയും. അങ്ങനെ ഇഷ്ടത്തിന് ജീവിക്കാൻ നീ എൻ്റെ ആരാടി, നീ എൻ്റെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. പറയുന്നുണ്ട് നീ എൻ്റെ ആരുമല്ല, നീ ആ ഒരു അവകാശത്തോടുകൂടി എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ക്ഷമയ്ക്ക് ഒരു പരിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അമ്മ അതിലേക്ക് വരികയാണ്. അമ്മ എന്താണ് ഇവിടെ ഒരു ഒച്ചപ്പാട് കേട്ടത്, എന്താ കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവബാല പറയുന്നത് ഒന്നുമില്ലാമ, ഞാനിവിടെ ക്ലീൻ ചെയ്തത് വൃത്തിയായിട്ടില്ല, അപ്പോൾ അബി എന്നെ വഴക്ക് പറഞ്ഞത്, അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ഭർത്താവിന് തന്നെ വഴക്ക് പറയാനുള്ള അവകാശമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അബിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്തിട്ട് പറയുകയാണ് എനിക്ക് ആരോ ഒരു ചായ തരുന്നത്, ചായ തരാൻ ഇവിടെ ആരുമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഞാനിപ്പോൾ തരാമെന്ന് പറഞ്ഞ് ദേവബാല അകത്തേക്ക് പോവുകയാണ്. ശേഷം അബിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. ഈഷ അബിയുടെ വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷയോട് പറയുന്നുണ്ട്, മോളെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതൊന്നും അത്ര ശരിയല്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ പണ്ടത്തെ സമ്പ്രദായമല്ലേ, ഇപ്പോൾ നമ്മൾ ജീവിക്കാൻ പോകുന്ന വീടും ഒക്കെ നമ്മൾ ഒന്ന് പോകുന്നത് നല്ലതാണ്, അവിടെയുള്ളവരുടെ സ്വഭാവം കൂടുതൽ അറിയാനും പെരുമാറാനും ഒക്കെ നമുക്ക് നല്ലതാണ്, അത് നമ്മളെ സഹായിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാമല്ലോ എന്ന് പറയുകയാണ്. എന്തായാലും ഞാനിന്ന് രാത്രി അവിടെ ഫുഡ് കഴിച്ചിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇഷ ഇറങ്ങുകയാണ്. ചായയുമായിട്ട് വന്ന് അഭിഷേകിൻ്റെ മുറിയിലേക്ക് വരികയാണ്. അപ്പോൾ പറഞ്ഞു, എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഈ റൂമിലേക്ക് വരരുതെന്ന് പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങോട്ടാണ് വരേണ്ടത്, ഇതെൻ്റെ ഭർത്താവിൻ്റെ റൂമല്ലേ, അഭി ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഈ റൂമിലേക്ക് വന്നാൽ അപ്പോൾ പ്രശ്നമാണ്, അപ്പോൾ പോയി സെറ്റിയിൽ കിടക്കും, എന്നെ അവോയ്ഡ് ചെയ്യണം, ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ റൂമിലേക്ക് അഭിയുടെ അടുത്തേക്ക് വരില്ല, ഞാൻ താഴെയെങ്കിലും കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും അഭി ദേഷ്യപ്പെടുകയാണ്. കൂടി ഈ പ്രായമൊന്നും എനിക്ക് വേണ്ടത് പറഞ്ഞത് എടുത്ത് എറിയാൻ പോകുമ്പോഴേക്കും വീണ്ടും അമ്മ വരികയാണ്. അഭി അത് അവൾ ഇത്രയും സ്നേഹത്തോടുകൂടി കൊണ്ടുവന്ന് തന്നല്ലോ, നീ അത് കുടിക്കാൻ നോക്ക്, നിൻ്റെ അമ്മയാ പറയുന്നത് കുടിക്കുന്നു പറഞ്ഞിട്ട് അത് വേഗം തന്നെ എടുത്ത് കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതുപോലെ പോയി കഴിയുമ്പോൾ അഭി ചോദിക്കുകയാണ്, ഞാൻ എത്ര നാളെ ഇവളെ തലയിൽ ചുമക്കണം, എൻ്റെ ഇഷയും ഞാനുമായിട്ടുള്ള ബന്ധം തകരുന്ന വരെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മോനൊരു കാര്യം മനസ്സിലാക്കണം, അവൾ ഒരിക്കലും മോളുടെ ഭാര്യ അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ആപത്താണ്, കുറച്ച് നാൾ നമ്മൾ സഹകരിച്ചു കഴിഞ്ഞാൽ അവളുടെ അസുഖം മാറും, നിനക്ക് നിൻ്റെ ജീവിതവും കിട്ടും, അവൾക്കും ഒരു ഭാവി ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. ഇഷയുടെ അച്ഛനെ വിളിച്ചിട്ട് അഭിഷേകിൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം പറയുന്നു. കാണാതെ നമ്മുടെ ഗായത്രി ദേവിയും അച്ഛനും അന്വേഷിക്കുകയാണ്. ദേവബാല തല കറങ്ങി താഴെ കിടക്കുന്നത് അവർ കാണുകയാണ്.